ബൈജുചേട്ടന് മൊത്തത്തില് പുള്ളി വന്ന് ഫസ്റ്റ് ഷോട്ടിൽ വന്നിട്ട് ഞാനും സിജു കൂടെ ഓപ്പോസിറ്റ് അഭിനയിക്കാനുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് അതൊക്കെ നടക്കൂടെ, ലൊക്കേഷനിൽ എന്തും തുറന്നു പറയാവുന്ന ഒരാളാ. ഇല്ല, ബൈജുചേട്ടനും തുറന്നു പറയും. അതാണ് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ സമയത്താണ് ആസിഫ് ആയിട്ട് നമ്മൾ ഇരുന്ന സമയത്ത് പറഞ്ഞത്, മൂഡ് ഓഫ് ആവുമ്പോ ഞാൻ സാരി പാടത്തൂടൊക്കെ നടക്കും. അത് പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി ആണല്ലേ. പണിയുണ്ട്. കാരണം 10-28 വയസ്സായ ഒരാള് മുഖത്ത് കട്ട മീശ റീല് ചെയ്യുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. ജോലിക്ക് പോകും, നീ എന്തിനാ ഇത് ചെയ്യുന്നത്, സിനിമയൊന്നും കിട്ടത്തില്ല ലൈഫിൽ, അതൊക്കെ നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പക്ഷെ കുറച്ചധികം സിനിമകൾ എനിക്ക് കിട്ടുന്നു, ഞാൻ ഹാപ്പിയാണ്. പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഗുരുവായൂർ അമ്പലനടയൊക്കെ പറഞ്ഞ ഗുരുവായൂർ തിങ് ഞാൻ അത് കണ്ടിട്ടുണ്ട്. പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ ഈവൻ വ്യസന സമേതം പറയുമ്പോ പോലും അടുത്ത സിനിമ ഏതാ റിലീസ് നോക്കിയാൽ ഞാൻ പറയും വ്യസന സമേത ബന്ധുമിത്രാദികൾ. അവരെങ്ങനെ ഇരിക്കും, എന്താണ് മീനിങ്, എന്താണോ അത്, നിങ്ങൾ എന്തിനാ ടൈറ്റിൽ ഇത്രയും വലിയ ടൈറ്റിലൊക്കെ ഇടുന്നത് നോക്കിയ സിനിമയ്ക്ക്. എന്റെ അടുത്ത് ഷമീർ ഖാൻ പറയായിരുന്നു സേഫ് അലിക്കാൻ പോലും സേഫ് അല്ല. എന്നിട്ട് ഇവൻ ഇതും പറഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ ഇറങ്ങി സാധനം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഏർലി മോർണിംഗ് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഹോളിഡേ ഇൻ കൊച്ചിനിൽ. അതിന് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏറ്റവും അടുത്ത് ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിയെ പറ്റി നമുക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും പുലികളാണ്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. വെരി അമേസിങ് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ആക്ട്രസ് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന അനശ്വര ആൻഡ് സുബിൻ ബ്രോ. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസാണ് കേട്ടോ, അതാണ് ഏറ്റവും വലിയ എനിക്കുള്ള സന്തോഷം. ആൻഡ് സിജു, ജസീം ആൻഡ് ഇങ്ങനെ പറഞ്ഞവർക്ക് ഓക്കെ, ജോമൻ ബ്രോ ആൻഡ് വെൽക്കം. താങ്ക് യു. ആൻഡ് ഈ മൂവിയുടെ പേരാണ്, അത് പറയാനാണ് ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് ഈ മൂവിയുടെ സിനിമയുടെ പേര് പറയാൻ വേണ്ടി ഒന്ന് റീകളക്ട് ചെയ്യണം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അപ്പോൾ പറയൂ സിനിമയെ പറ്റി അനശ്വര. സിനിമ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മരണവും അവിടത്തേക്ക് എത്തിപ്പെടുന്ന കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സിറ്റുവേഷൻസും അതിലെ കഥാപാത്രങ്ങളും ഒക്കെയാണ്. ഒരു മരണമാണെങ്കിലും പക്ഷെ അത് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കത് കോമഡി ആയിട്ട് തോന്നും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ആ സിറ്റുവേഷൻ കുറേ കോമഡിയാണ്. ഇതേപോലെ ഒരു ഇമോഷണൽ എലിമെൻസ് ഉണ്ട്, പിന്നെ സെർട്ടിലായിട്ടൊരു പൊളിറ്റിക്സും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയാണ് വ്യസന സമേതം. ഫ്യൂണറലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രസകരമായിട്ടുള്ള ഒരു ദിവസം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മരണം, ഒരു ദിവസത്തെ കഥയാണ് ആ ഒരു മരണം, ചുറ്റുള്ള ആൾക്കാരും. അതെ. സുബിൻ ബ്രോ. ഹായ് ബ്രോ, എന്തുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു, സന്തോഷം. അല്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കാര്യമാണ്. നമ്മൾക്കൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അതിനുള്ളൊരു അവസരമില്ല അല്ലേ ജസിം ബ്രോ? പണ്ടൊക്കെ ആണെങ്കിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ നമ്മളുടെ ഒരു പോർട്രേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇപ്പം അത് വളരെ ഈസിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബ്രോ. പണ്ടൊക്കെ പല ആൾക്കാർക്കും ഇതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവർക്കതിൽ കുറേ എക്സ്ക്യൂസുകളും പറയാനുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. കഴിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കയ്യിൽ തന്നെ സാധനമുണ്ട്. ഫോൺ എടുക്കുക, ചെയ്യുക. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് തന്നെ വരും. അതെ, വരും. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിലെത്തും. സിജു ബ്രോ, എന്തോ എന്താണ് വിശേഷങ്ങൾ? ഇങ്ങനെയൊക്കെ പോകുന്നു. ആണല്ലേ, ഇറങ്ങാൻ പോകുന്നു. ഒന്ന് സ്ലിമ്മായി. താങ്ക് യു. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്നല്ലേ? അതെ, ട്രൈ ചെയ്യുന്നുണ്ട്. ഫിലിമിൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഭയങ്കര പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ഇഷ്ടമുള്ളൊരു ഫിലിമാണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്കൊരു തൃപ്തി ഉണ്ടായ ഒരു പ്രോജക്റ്റാണ്. ഇതൊരു പക്കാ തിരുവനന്തപുരം പടമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. കാരണം ഞാനും അനശ്വരയെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഈ പടത്തിൽ തിരുവനന്തപുരംകാരാണ്. അപ്പം എനിക്കും ഇതിനകത്ത് ലാംഗ്വേജിന് സ്ലാങ്ങിന്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പത്തനംതിട്ടയൊക്കെ ആണല്ലോ പടങ്ങളിലൊക്കെ പറയുന്നത്. അപ്പം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഡയറക്ടർ ആണെങ്കിൽ അത് ട്രിവാൻഡ്രത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. അത് കൺവേർട്ട് ചെയ്തപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് കഴിഞ്ഞത് ബിപിൻ ചേട്ടൻ ആണെങ്കിൽ പോലും നാളത്തെ സീൻ ബിപിൻ ചേട്ടൻ ആദ്യം തന്നെ അത് എനിക്ക് അത് അയച്ചു തരും. നാളെ എടുക്കാൻ പോകുന്ന സീൻ ഇതാണ്, അതിന്റെ ഡയലോഗ് ഡെലിവറി എങ്ങനെയാണെന്ന് എനിക്ക് വോയിസ് അയച്ചു തരും. കാരണം എനിക്ക് ഇതിനുമായിട്ട് ഒരു പരിചയമില്ല. പെട്ടെന്ന് ഈ പടം പെട്ടെന്നാണ് ഓൺ ആയതും
അല്ലെങ്കിൽ പെട്ടെന്നാണ് പരിപാടികളെല്ലാം സ്റ്റാർട്ടായത്. കഥ പറഞ്ഞതിന് ശേഷം എനിക്ക് 1 മാസം കൊണ്ട് ലൊക്കേഷൻ ഹണ്ടിങ് കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് ഷൂട്ട് ഡേറ്റ് വന്നു നമുക്ക്. അങ്ങനെ തുടങ്ങിയൊരു പടമാണ്. അപ്പോഴത്തേക്കിനും അതുകൊണ്ട് തന്നെ സ്ലാങ് പഠിക്കാനൊക്കെ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അപ്പം വിപിൻ ചേട്ടൻ രാത്രി അയച്ചു തരുന്നു. അത് കേട്ട് പഠിച്ച് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി ഒരുമാതിരിയൊക്കെ ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് സിനിമയിൽ കാണാം. സിനിമയിൽ കാണാം. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നല്ല സിനിമയുടെ ഭാഗമാകുക. സിനിമകളുടെ എണ്ണത്തിലുപരി ചെയ്ത മൂവിയിൽ നല്ല മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ജോമോനെ യു ആർ ലക്കി എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടി വരും അല്ലേ. അത് മാത്രമല്ല ചെയ്ത ക്യാരക്ടർ ആൾക്കാർ തിരിച്ചറിയുക, ഡ്യൂറേഷനിലുപരി അല്ലെങ്കിൽ അത് ആൾക്കാർ പറയുന്ന ഡയലോഗ് ഏറ്റെടുക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ ജോമോനെ എപ്പോഴും ആൾക്കാർ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഡയലോഗുകളുണ്ട്. ഗുരുവായൂരിലെ ആണെങ്കിലും പിക്കപ്പ് ലൈന്. സോ ഇതിൽ പറയൂ. ഹാപ്പിയാണ് ബ്രോ. പറഞ്ഞ ഡയലോഗുകൾ തിരിച്ച് മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കും തിരിച്ച് മുഖത്ത് നോക്കി പിന്നെ എനിക്കത് ഏറ്റവും കൂടുതൽ സെക്സി ആ സാധനത്തിന്റെ സ്റ്റിക്കറാണ് എപ്പോഴും വരുന്നത്. സെക്സി നമ്മളെന്തായാലും ഫോട്ടോ ഇടുമ്പോഴ് നമ്മുടെ സ്റ്റാറ്റസിനൊക്കെ ആൾക്കാർ വന്നിട്ടിടും സെക്സി. അങ്ങനത്തെ ഇവന്റെ സ്റ്റിക്കറാണ് ഏറ്റവും കൂടുതൽ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റിക്കറാണ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ സ്വയം അയക്കാറില്ലേ? സ്വന്തം സ്റ്റിക്കർ ജോമോൻ തന്നെ അയക്കാറില്ലേ? ഇല്ലേ, 1-2 ഞാൻ കണ്ടതല്ലാതെ ഞാൻ അയക്കാം. ജോമോനും മറ്റു ഫോട്ടോയ്ക്ക് ഇങ്ങനെ അയക്കും സെക്സി. ജോമോൻ ശരിക്കും ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ല ഇപ്പം എങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് എവിടുത്തെ ഞാൻ സംസാരിക്കുന്ന ആളാണ്. ഒന്ന് കംഫർട്ട് സോൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലാസ്റ്റ് ആണല്ലേ. ഇന്റർവ്യൂ ഇരിക്കുമ്പോ സൈലന്റ് ആയിരിക്കുന്നേ ഉള്ളൂ. ആണല്ലേ. ഇന്നലെ അസീസിക്ക പറഞ്ഞ പോലെ റെഡിന്റെ ക്യാമറ മുന്നിലുണ്ടെങ്കിലും പിന്നെ ഞാൻ ഗ്രേറ്റ് ആക്ടർ. ബ്രോ വണക്കം, എന്തുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം മൂവി പരിപാടികൾ പറയും. മൂവി ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോ പറഞ്ഞില്ലേ നല്ല സിനിമയുടെ ഭാഗം. എനിക്ക് ഒരുപാട് സിനിമ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള ആഗ്രഹം ഒരു സിനിമയെങ്കിലും ഒരു നല്ല സിനിമയുടെ ഭാഗം. ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ സിനിമ ഇഷ്ടപ്പെടണം. അത് കണ്ടു കഴിയുമ്പോൾ നമ്മളെ ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ആവണം. അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് മിക്കവാറും ഈ പടത്തിൽ നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് മൂവി ചെയ്യുവാണെങ്കിലും നമുക്ക് അതിന് മുമ്പേ തന്നെ ആൾക്കാർക്ക് നമ്മളെ അറിയാമെങ്കിൽ, അല്ലെ കോണ്ടന്റ് ഒക്കെ ചെയ്ത് അറിയാമെങ്കിൽ അതൊരു എക്സ്ട്രാ ബാക്കപ്പ് സപ്പോർട്ട് അല്ലെ. സുബിനും അത് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാറ്. കാരണം ഇപ്പോൾ ആണെങ്കിലും ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇടുമ്പോഴും അല്ലെങ്കിൽ ടീസറിൻ്റെ ഇത് ഇടുമ്പോഴും നമുക്ക് ഓൾറെഡി ഒരു ബാക്കപ്പ് ഉള്ളപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് തോന്നില്ല. അതെ, അത് കറക്റ്റാ ബ്രോ. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെറിയ വീഡിയോസ് ഇടുമ്പോഴും അതിൽ കമന്റ്സ് വരാറുണ്ട്, ബ്രോ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു ശതമാനം ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഹാപ്പി ആയിരിക്കും നമ്മളെ ഇങ്ങനെ കാണുന്നതിൽ. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. പിന്നെ അനശ്വരയുടെ കൂടെ ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയാലോ? ഒന്ന് വളരെയധികം ഫാൻസിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് സന്തോഷം കൊണ്ട് അതെ അല്ലേ, ഔട്ട് ഓഫ് ഹാപ്പിനെസ്. വേറൊരു ചാനൽ ഇന്റർവ്യൂലേ അപ്പൊ ഞാൻ സുബിന് അടുത്തടുത്തായിരുന്നത്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് വണ്ടി പോവാണ്. അളിയ നമ്മൾ ഇതുവരെ സംസാരിച്ച അളിയ നമ്മളിങ്ങനെ ഓരോ അസീസൊക്കെ പറയുമ്പോഴത്തേക്കും ശരി ശരി അതെ 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 കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ അത്? എനിക്കൊന്ന് ഇവിടുത്തെ കോംബോ ആണ് കേട്ടോ, സ്പെഷ്യൽ കോംബോ അല്ലേ ഇത് ഇപ്പോൾ അല്ലേ? മൺസൂൺ കോംബോ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യണം. ജൂൺ ആയി, ഓൾമോസ്റ്റ് ആയി. ഓ, നല്ല മഴയത്ത് നല്ല പഴം പൊരിച്ചതും അല്ലേ, സുഖീനും. അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി മറ്റേ സുഖീൻ വിത്ത് ഹണി. ഓക്കെ, ഇതിനകത്ത് എനിക്കൊന്ന് ഈ അവലൊക്കെ ഉണ്ടല്ലേ? ഇതല്ലേ ഓർഗാനിക് അല്ലേ പഴം? അതെ അതെ അതെ, വളരെ കറക്റ്റാ. എങ്ങനെയുണ്ട്? യമ്മാണോ? നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാഴയില ഉണ്ടല്ലേ? പഴം നിറച്ച നമ്മളവിടെ ഭയങ്കര കൊള്ളാം. ഓക്കെ, അപ്പം സിജു പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾ രണ്ടുപേരും അല്ലെ, അനശ്വരയും സിജുവും ട്രിവാൻഡ്രത്തു നിന്നല്ലല്ലോ. അപ്പോൾ ഈ സ്ലാങ് പരിപാടി വന്നപ്പം അനശ്വര അതെ, ഇപ്പം ഏതൊരു ഇതാണെങ്കിലും അതിലേക്ക് നമ്മൾ
ആകുക എന്നുള്ളതാണ്. അപ്പം ഇതിലെ ട്രിവാൻഡ്രം സ്ലാങ് എങ്ങനെയായിരുന്നു എൻ്റെ? ട്രിവാൻഡ്രം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ട്രിവാൻഡ്രം ആയിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ഈ പ്രോപ്പർ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആയിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആരുടെ ഒരു ടൈപ്പ് ഓഫ് സ്ലാങ് അല്ല അല്ലെ, നമ്മളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് സ്ലാങ് ഉണ്ടല്ലോ. ഇത് ഒരു പെർട്ടിക്കുലർ ഒരു സ്ഥലത്തെ സ്ലാങ് ആണ്. അപ്പം നമുക്ക് തന്നെ ചിലപ്പം ഈ നേരത്തെ ജോമോൻ പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്താണെങ്കിലും നമുക്ക് തന്നെ ഡയറക്ടർ സാധനം പറഞ്ഞു തരുവാണ് ഇത് അങ്ങനെയാണ് ട്രിവാൻഡ്രത്തായിട്ട് പോലും. പുള്ളിയുടെ ഒരു നമ്മുടെ ഡയറക്ടർ വിപിൻ ചേട്ടൻ സംസാരിക്കുന്ന ഒരു രീതി കുറച്ച് ഡിഫറെന്റ് ആ. ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര രസം. അത് കേൾക്കുന്നതന്നെ ഭയങ്കര ഒരു ഇന്നസെൻസ്, ഒരു കോമഡി നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഡയലോഗ്, ഒരു നോർമലി ഒരു ഡയലോഗ് പറയുമ്പോൾ വരെ നമുക്ക് ചിരി വരും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് രസമുള്ള ഒരു സ്ലാങ് ആണ് അതിനകത്ത് വിപിൻ ചേട്ടൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എന്റെ പേഴ്സണലി കണ്ണൂർ എന്നൊക്കെ ഉള്ളത് വെച്ചാൽ ഭയങ്കര കട്ടിയാണ് നമ്മുടെ വാക്കുകൾ. ഇത് ഓരോ സ്ലാങ്ങിനൊക്കെ ഓരോ വാക്കിനും ഭയങ്കര അത്യാവശ്യം നല്ലൊരു ഇത് കൊടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് ആണ് എല്ലാം. ഭയങ്കര ഒരു പുച്ഛം ടൈപ്പ് സർക്കാസം ഒക്കെ ഇട്ട് ലൈറ്റ് ആയിട്ട് കാഷ്വലി സ്മൂത്ത് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ഷൂട്ടിന്റെ സമയത്ത് വിപിൻ ചേട്ടൻ വന്നിരുന്ന് മറ്റേ ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങനെയല്ല, ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. കാരണം അത് ഡബിൽ പിടിക്കാൻ പറ്റില്ല. ലിപ്പ് ഭയങ്കര ഡിഫറെന്റ് ആണ്, ഡബിൽ പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ പറയണം. അതങ്ങനെ പറഞ്ഞ് പിന്നെ ഇരുത്തി പുള്ളി എനിന്ന് പറഞ്ഞുതരും. പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എനിക്ക് പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരും നമുക്ക് തോന്നി ഇവിടെ ഇങ്ങനെ സ്ഥലം കൊള്ളാം, പക്ഷെ നമ്മുടെ മനസ്സിൽ ഇത് പത്തനംതിട്ട അടക്കം തിരുവനന്തപുരം ആക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ ഇത് എങ്ങനെ ഇങ്ങനെ ആക്കണം, അപ്പൊ അവര് പറഞ്ഞുതരും, പെട്ടെന്ന് തന്നെ പറഞ്ഞു തരുമ്പോ അങ്ങനൊക്കെ ഭയങ്കര ഇതായിരുന്നു. എനിക്കൊന്ന് അനശ്വര പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അനശ്വരയ്ക്ക് എന്തൊക്കെ ഫുഡ് എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും സദ്യ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഐ വിൽ ഫോൾ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ സദ്യ എന്ന് പറയുന്നൊരു ഇതിലേക്ക് മേലിൽ വരാനുള്ള ഒരു ഇഷ്ടപ്പെടാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. പണ്ട് കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത്, കാരണം മുന്നേക്കെ ഈ റെയർ ഒക്കേഷൻസിലൊക്കെ അല്ലേ നമുക്ക് സദ്യ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഓണം, വിഷു അങ്ങനെയൊക്കെ വരുമ്പോഴത്തല്ലേ സദ്യ കിട്ടുള്ളൂ. പക്ഷെ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് വന്ന് എനിക്കിഷ്ടമാണ് സദ്യ. ബിരിയാണീനേക്കാളും എന്തിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലായിടത്തെയും സദ്യ ഭയങ്കര ഡിഫറെന്റ്. ട്രിവാൻഡ്രത്തെ സദ്യയും അതിൻ്റെയൊക്കെ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഇതായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, റീൽസൊക്കെ കഴിച്ചിട്ടുള്ളൂ, ആൾക്കാർ പറഞ്ഞിട്ടൊക്കെയുള്ള. അത് ഭയങ്കര അടിപൊളിയാണ്. കുറെ പായസമൊക്കെ വന്ന് പിന്നെയും കുറച്ച് ചോറൊക്കെ വന്ന് അങ്ങനെ ഒരു പ്രോസസ് എൻജോയ് ചെയ്യാൻ ഭയങ്കര രസമാണ്. അതെ അവർക്ക് അതിന് വിളമ്പേണ്ടതിനും എല്ലാത്തിനും ഒരു പ്രോസസ്സൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ സദ്യ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് എല്ലാ നാട്ടിലും പോയിട്ട് അവരുടെ സദ്യ കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്ലോട്ട് ഒരു ഫ്യൂണറൽ നടക്കുന്നു, അതിന് ചുറ്റിപ്പറ്റി. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചിലപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് പരിപാടി ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും സംഭവം. ഇപ്പം നേരത്തെ ഫസ്റ്റ് ചെറുതായിട്ടൊന്നും സൂചിപ്പിച്ചു, എന്തായാലും ഞാൻ ചോദിക്കുക, അതും ഒരു ഇതിനകത്ത് ഒരു മെയിൻ കോണ്ടന്റ് ആണോ? പൊളിറ്റിക്സ് എന്ന് പറയാനായിട്ട് ഇപ്പൊ നമുക്ക് സിനിമ കണ്ടിട്ട് ഒരു പൊളിറ്റിക്സിന് ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് പറയുന്നില്ല. സിനിമയ്ക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു തീർക്കുമ്പോൾ ഒരു സർട്ടിലായിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നും. അല്ലാതെ ഭയങ്കര ഒരു പ്രഷർ കൊടുത്ത് അത് പറയാൻ വേണ്ടിയിട്ട് പറയാം എന്ന രീതിയിൽ തോന്നില്ല. അതിനായിട്ടൊരു ഊങ്ങൽ കൊടുക്കുന്നില്ല. ഒന്ന് പോകുന്ന രീതിയിൽ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ പടത്തിന്റെ ഫ്ലോയില് ഒന്ന് പോകുന്ന ഒരു സർട്ടിലായിട്ട് പറയുന്ന ഒരു പൊളിറ്റിക്സ് മാത്രമാണ്. പൊളിറ്റിക്സ് ചില കാര്യങ്ങൾ ചിലർ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ധാരണകളെ ഇതിനകത്ത് അങ്ങനെ മാറ്റമുണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്സ്. ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേനും പല ആൾക്കാർക്കും പല ആൾക്കാരോടായിരിക്കും യാത്ര ചെയ്യുന്നത്. ചിലപ്പം ചില അനുസരോട്, ചില അമ്മൂമ്മയോട്, അങ്ങനെ പലരോടും കൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ്, നമുക്കിപ്പോ ആര് കണ്ടു കഴിഞ്ഞാലും നമുക്ക് പരിചയമുള്ള ഒരാള് അല്ലെങ്കിൽ നമ്മളെ ഒരാള് നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാഷ്വലി ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ വെറുതെ കണ്ടുപോകുന്ന കുറെ കഥാപാത്രങ്ങളെ നമുക്ക് ഓർമ്മ വരും. അതെ, കണക്ട് ചെയ്യാൻ പറ്റും അത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ അമീൻ ടീംസ് അവരൊക്കെ അടുത്ത് സംസാരിച്ചപ്പോൾ അല്ലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെ വീഡിയോ ഇടുന്നവരൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ള ഒരു 2-3 പേര് ഒരുമിച്ചിരിക്കുന്നു, വളരെ ഈസി ആയിട്ട്. ഐ മീൻ വേറെ അധികം സ്ട്രെസ്സും പരിപാടിയില്ല, ഒരുപാട് പേര് കാണാനില്ല, അത് ഷൂട്ട് ചെയ്യുന്നു, ഇടുന്നു. പക്ഷേ എഫോർട്ട് ഭീകരമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു അത്രയും ആൾക്കാരും പരിപാടികളൊന്നും ഇല്ലല്ലോ. അതിൽ നേരെ സിനിമയിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. കാരണം ഇതിപ്പം അയ്യോ ഞങ്ങൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ, അയ്യോ ആ ഒരു സാധനം എങ്ങനെയായിരുന്നു?
അത് ഒന്നാമത്തെ കാര്യം നമ്മള് അത്രയും ആൾക്കാരെ കാണുമ്പോ തന്നെ കിളി ഇതാവും. പക്ഷെ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരാൻ ചെറിയ ടൈം എടുക്കും. ഈ റീൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1.5 മിനിറ്റ് അല്ലേ ഉള്ളൂ ബ്രോ. ഈ 1.5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഡയലോഗ് പറയുന്നത് ഭയങ്കര സ്പീഡില്ല. അവിടെ പോകണം അപ്പൊ റിയാക്ഷൻ ഒന്നും ഇല്ല. ഒരാൾ ഡയലോഗ് പറഞ്ഞ അടുത്ത ആളെ ക്ലോസ് വെച്ച് അയാൾ തിരിച്ച് അതിനുള്ള മറുപടിയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റിയാക്ഷനൊക്കെ ഇടാറുണ്ട്. പിന്നെ ഈ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് സ്ലോയില് പറയണം. ഞാന് അപ്പൊ മനസ്സിൽ ഓരോ ഷോട്ടിന് മുമ്പിലും ഇതിങ്ങനെ പറയരുത്, ഇത്രയും ടൈം എടുത്ത് ഗ്യാപ്പ് ഇട്ട് അങ്ങനെ മനസ്സിൽ പറഞ്ഞു അങ്ങനെ. അതുപോലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് 100 പ്രാവശ്യം ചോദിക്കും. അപ്പൊ ഭയങ്കര വ്യത്യാസമുണ്ട് ബ്രോ, ഭയങ്കര വ്യത്യാസം അല്ലേ? ജസീമെ, അത് തീർച്ചയായിട്ടും ജസീമിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് സ്പീഡ് സുബിനേക്കാളും പ്രശ്നമുള്ളതാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സ്പീഡ്. ഞാൻ നാച്ചുറലി സംസാരിക്കുന്ന ഭയങ്കര സ്പീഡാണ്. റീൽസിൽ എല്ലാം 1.5 മിനിറ്റ് നിർത്തണമെന്നുള്ളതുകൊണ്ട് അത് ഞാനാണ് അതിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ. ഷമീർ നമുക്ക് വോയിസ് നോട്ട് അയക്കും. ഷമീർ നമ്മൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഷമീർ ആദ്യം സാധനം വോയിസ് നോട്ടായിട്ട് വാട്സാപ്പിൽ അയക്കും. അവ അയക്കുന്ന സാധനം 1 മിനിറ്റ് 40 സെക്കൻഡ് 50 സെക്കൻഡ് കാണും. അത് ഞാൻ വരുമ്പോഴാണ് 1:30 ആവുന്നത്. കാര്യം എന്റെ അത്ര സ്പീഡ് ആകുമ്പോഴത്തേക്കും 1:30 ആയിട്ട് നിർത്തും. കുറയില്ലോ? ആ, കുറയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ തന്നെ വേറെ ആരെങ്കിലും എനിക്ക് ഒരു 5-10 മിനിറ്റ് കൂടിയാണ് എന്റെ ക്യാരക്ടർ ചെയ്തത്. അത്രയും ഭയങ്കര സ്പീഡാണ് എനിക്ക്. അപ്പൊ അതുണ്ടായിരുന്നു. പിന്നെ നമ്മള് ക്ലോസ് സർക്കിൾ ചെയ്യുന്ന പരിപാടി ഈ പടത്തില് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് സീൻ ഞാൻ ചെയ്യുന്നത് ബൈജു ചേട്ടനുമായിട്ടാണ്. കോംബോ ഫസ്റ്റ് സീൻ. അപ്പോ അതിന്റെ ഒരു ടെൻഷൻ വേറെ. ചേട്ടനും അത്യാവശ്യം സ്പീഡിൽ സംസാരിക്കുന്ന വ്യക്തിയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ കണക്ക് റിയാക്ഷൻ ഇടും, ഇടയ്ക്ക് പോസ് വരും. നമുക്കതൊന്നും ഒരു വിട്ടങ്ങ് പറഞ്ഞു പോകുന്ന പരിപാടിയല്ലേ. നിങ്ങളെല്ലാവരും ശരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? കാരണം ഓൾറെഡി ഇത്രയും ദിവസം ഒരുമിച്ചിരുന്ന് ഫൺ ഒരു ലൊക്കേഷൻ ആയിരുന്നായിരിക്കാം, അടിപൊളിയായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് സിങ്ക് ആയിട്ടുള്ള അല്ലെ തമ്മിൽ അറിയാവുന്ന ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ പാക്കപ്പിന് ആ സമയത്ത് ലാസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്ത ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. ഉണ്ടായിരുന്നു. അത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തഗ്ഗും പരിപാടികളൊക്കെ തന്നെ ആയിരുന്നു. ആ റൂം, ആ വീടിനകത്തൊരു കട്ടിലുണ്ട്. അപ്പൊ ഇത് ഇത്രയും ക്രൗഡാണല്ലോ. ഈ മരണ വീടാകുമ്പോ അത്രയും ക്രൗഡ് ആയതുകൊണ്ട് കുറച്ച് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു കട്ടിലും ഒരു പാരുണ്ട്. ചെല്ലുമ്പോ ഒന്നെങ്കിൽ ഇവനെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവനെ ഒതുക്കിയിട്ട് അടുത്ത കിടക്കും. എന്നിട്ട് അടുത്ത ഒരു 3-ാമത്തെ ആളാ. അപ്പൊ അമ്മ രണ്ടുപേരും ഒതുക്കിയിട്ട് അടുത്ത ആള് കിടക്കും. കാരണം എപ്പോഴും എല്ലാവർക്കും ഷൂട്ടില്ലല്ലോ. ചിലപ്പോൾ വീടിന്റെ ഫ്രണ്ട് വശം ഷൂട്ട് ചെയ്യുമ്പോൾ അവരായിരിക്കും, ചിലപ്പോൾ ബാക്ക് വശം. ഞങ്ങൾ കൂടുതലും ബാക്ക് സൈഡിലാണ്. ഞങ്ങൾക്ക് വീടിന്റെ ബാക്ക് സൈഡിലായിരുന്നു കൂടുതൽ പണികൾ. അപ്പം അങ്ങനായിരുന്നു. അപ്പം എല്ലാവരും നമ്മുടെ ഒരു കണക്ഷനും ഒക്കെ ഉണ്ട്. പിന്നെ ഷൂട്ട് ചെയ്ത വീട്ടിൽ ഹൗസ് ഓണർ അവിടുത്തെ ചേച്ചി, എനിക്കൊന്ന് പടത്തിൽ ചെറിയ ക്യാരക്ടർ, അവിടുത്തെ ഫ്രണ്ടിലെ അമ്മയില്ലേ, ലാസ്റ്റ് പാക്കപ്പിന്റെ തന്നെ അവര് ഭയങ്കര കരച്ചിലായിരുന്നു. ഓർമ്മയുണ്ടോ? കണ്ടായിരുന്നു അവര് കരഞ്ഞങ്ങളായിരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ നിനക്ക് ചേച്ചി നാത്തോട്ട് ഒറ്റയ്ക്കാണല്ലോ, വേറെ ആരും ഇല്ലല്ലോ, ചേച്ചി കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവരെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് കരഞ്ഞു. അപ്പൊ കഴിക്കാൻ എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഭയങ്കര ഡൗൺ ആയിരുന്നു ആ ഫ്രണ്ടിലെ ചേച്ചി. ഇപ്പൊ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അല്ലേ? ഇത് സ്റ്റാർട്ടർ അല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ. ക്യാമറമാന്മാരൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം. കഴിച്ചായിരുന്നോ? അതെ, അപ്പോൾ ഇത് ഹോളിഡേൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾ ആ കോംബോ കഴിച്ചു. അത് മൺസൂൺ കോംബോ ആയിരുന്നു. ആദ്യം നമ്മൾ കഴിച്ചത്. സുഗീനും പഴം പൊരിയും അതുപോലെ തന്നെ ഇതും. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഓക്കെ, കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് ഗൈസ്. ഇതൊക്കെ വെച്ചുള്ള പയറ്റാണ് വയ്യാത്ത. അതുപോലെ ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ നമുക്കൊന്ന് തുള്ളാൻ തോന്നും. അതിപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നൊരു കേസുണ്ടല്ലോ, അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ അതിനും ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ ഫിലിമായിട്ട് റിലേറ്റ് ചെയ്യുക പല കാറ്റഗറി ഓഫ് ആൾക്കാരില്ല. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നവർ മറ്റേ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരിക്കും, ഏറ്റവും ബാക്കിരിക്കുന്നവർ വേറെ വൈബ്, നടുക്കിരിക്കുന്നത്. അപ്പം അതുപോലെ ഈ ഓൺ ദ സ്പോട്ടിൽ തുള്ളാൻ പറ്റുന്ന പാട്ട്, ഇപ്പം മജാ വീഡിയോ സോങ്, അതും ഇപ്പോൾ ആൾക്കാർ സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ ഡാൻസ് ചെയ്യാൻ തോന്നുന്ന ഒരു സോങ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും? അതിനകത്തൊരു നൊസ്റ്റാൾജിയ വന്നോട്ടെ, കുഴപ്പമില്ല. എനിക്ക് വേൽമുരുക ആണല്ലേ ആ ഒരു വൈബ്. അതിൽ എന്തെങ്കിലും പെട്ടെന്ന് എപ്പോഴും പോകുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള പാട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ അല്ലേ? വേൽമുരുക മാൻഡേറ്ററി ആണ്. ഒരു വേൽമുരുക. സ്കൂൾ ട്രിപ്പ് ഒക്കെ ഓർമ്മ വരുന്നു. അതെ, സ്കൂൾ ട്രിപ്പും അമ്പലപ്പറമ്പല പരിപാടി, പിന്നെ ഓണാഘോഷം, വിഷു, ഈ പരിപാടിക്കൊക്കെ അവരുടെ പാട്ട് വെച്ചേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഈവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് കാഷ്വലി നമ്മൾ ഇതാക്കുമ്പോൾ ആണെങ്കിൽ പോലും വയ്ക്കുന്ന പാട്ട് തുള്ളാൻ പറ്റുന്നത്.
വേൽമുരുകനുണ്ട്, ഞാൻ ഈ പറഞ്ഞതും കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ട്രിപ്പ് കാറ്റഗറി ഓഫ് ആൾക്കാർ. ധൂമ്മച്ചാലെ, പിന്നെ മുഹമ്മദ് റാസ, നാക്കുമുക്കെ, അമ്മാതെ കുറെ പാട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. നമുക്കൊക്കെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ചാർജ്ഡ് ആകത്തില്ലേ ചില സമയത്ത്. എനിക്കൊന്ന് അനശ്വര കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ സമയത്താണോ ആസിഫ് ആയിട്ട് നമ്മൾ ഇരുന്ന സമയത്ത് പറഞ്ഞത്, അനശ്വര മൂഡ് ഓഫ് ആകുമ്പോൾ ഞാൻ സാരിയൊക്കെ ഇട്ട് പാടത്തൂടൊക്കെ നടക്കും. പറഞ്ഞിട്ടില്ല, അത് പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി ആണല്ലേ? അതെ 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 അതെ. അല്ല, അങ്ങനെ മൂഡ് ഓഫ് ആകുന്ന സമയത്ത് നടക്കാറുണ്ടോന്നല്ലേ? ഞാൻ പാടത്തൂടെ നടക്കാറൊന്നുമില്ല, എന്ത് എനിക്ക് വയ്യേ. അത് ആ ക്രിയേറ്റിവിറ്റിയിലൊക്കെ പറഞ്ഞു തന്നില്ല. ഞാൻ അല്ല റെഡി ആവും. മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോ മിക്ക പെൺകുട്ടികളും കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കുമ്പോ നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒന്ന് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ നമ്മള് കുഞ്ഞു വല്ല മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ അത് മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുങ്ങി ഇറങ്ങി പാടത്തോട് അതൊക്കെ ക്രിയേറ്റിവിറ്റികൾ മാത്രം. അതെ അതെ അതെ. ഇപ്പം ചില സിനിമയുടെ ചില ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെ ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ജോമോൻ ചെയ്താണെങ്കിൽ പോലും, ഇപ്പം പിക്കപ്പ് ലൈൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ വാഴയിൽ ഇതിലാണെങ്കിൽ പോലും അമ്മ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, മോനെ പഠിക്കാൻ. അപ്പൊ മനസ്സിലായില്ലേ ആ പിക്കപ്പ് ലൈൻ ജോമോനെ കണക്ട് ആവുന്നു ജീവിതത്തിൽ. അങ്ങനെ ഒരു സന്ദർഭം എപ്പോഴെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വളരെ, അതായത് രണ്ട് കാര്യങ്ങൾ, നമ്മളെ ഭയങ്കര അധികം നെഗറ്റീവ് അടിച്ച ഒരു കോമന്റ് അല്ലെങ്കിൽ ആരും പറഞ്ഞത്, പക്ഷെ അത് പിന്നെ നമ്മൾ അവരെ തന്നെ കാണിച്ചു കൊടുത്തു. കമോൺ, കുറച്ച് ആൾക്കാർ എല്ലാവരോടും വേണം ഈ ക്വസ്റ്റ്യനെ. ഇവര് കേറുന്നതിന് മുമ്പ് അല്ലേ എന്റെ കൂടെ ഇവനാണ് കേറ്ററിംഗിന്റെ മുതലാളി സുബിൻ ടാസ്. ഞാൻ അവന്റെ ഒരു തൊഴിലാളിയായിരുന്നു. അപ്പൊ അവിടെ ഇന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, വേറെ പണിയൊന്നും, കാരണം 10-28 വയസ്സായ ഒരാള് മുഖത്ത് കട്ട മീശ റീല് ചെയ്യുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. ജോലിക്ക് പോകും, നീ എന്തിനാ ഇത് ചെയ്യുന്നത്, സിനിമയൊന്നും കിട്ടത്തില്ല ലൈഫിൽ, അതൊക്കെ നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പക്ഷെ കുറച്ചധികം സിനിമകൾ എനിക്ക് കിട്ടുന്നു, ഞാൻ ഹാപ്പിയാണ്. അല്ല, അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അല്ലേ, റിലേറ്റ് ചെയ്ത കാര്യം. ജസീമിനാണെങ്കിലും ആ ഒരു റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ പറയുമായിരുന്നു, സ്വാഭാവികം. കുറച്ച് അല്ലാതെ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ആരും വലിയ കുഴപ്പമൊന്നുമില്ല. റിലേറ്റീവ്സ് കുറച്ച് പേര് പറയുമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് ചൂരിൽ അത്യാവശ്യം റീച്ച് ആയപ്പോൾ തൊട്ട് എല്ലാവരും. സുബിനാണെങ്കിലും അത് കണക്ട് ചെയ്യാൻ എന്റെ മുഖത്ത് നോക്കിയൊന്നും ആരും പറഞ്ഞിട്ടില്ല. രക്ഷപ്പെടില്ല, കത്തിടും ഇല്ല ബ്രോ, എത്രയൊക്കെ അയച്ചു പറയുന്നു. പക്ഷേ ഞാൻ നമ്മൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയപ്പം ഞാൻ ഓട്ടോഗ്രാഫിൽ എല്ലാവർക്കും എഴുതി കൊടുത്തിരിക്കുന്നത് ഇനി ബിഗ് സ്ക്രീനിൽ കാണാം എന്നാണ്. പക്ഷെ അത് ഞാൻ മറന്നുപോയി. പക്ഷെ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ഇത് വായിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പിന്നെ സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല ബ്രോ. ഇങ്ങനെ ആക്സിഡന്റലി അങ്ങനെ ആയിപ്പോയതാ. സന്തോഷം, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ എനിക്ക് വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരും നീ രക്ഷപ്പെടൂല എന്നൊന്നും എന്നെ മുഖത്തോക്കി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ തിരിങ്ങിക്കപ്പോ പുറകെ പറയാമെന്ന് അറിയത്തില്ല. സിജുവിനെ ശരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ ഈ ഒരു സംഭവം? ഒരുപാട്, പ്രത്യേകിച്ച് ഈ പറയുന്ന നാടിന്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, ഓരോ സ്ഥലവും. ഇപ്പം നമ്മുടെ നാടൊക്കെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് കല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ഈ റീൽസ് എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റി ഒന്നും അറിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ നാടൻ പാട്ട്, നാടകം, ഗാനമേള, ഓണപരിപാടിക്ക് വരുമ്പോൾ പിള്ളേരുടെ ഡാൻസ്. പക്ഷെ അവർക്കിങ്ങനെ റീൽസ് ആ ഒരു പരിപാടി കുറച്ച് കാലങ്ങളായിട്ട് അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടി ഇതാവുന്നുണ്ട്. റീൽസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടെന്നും അതൊക്കെ കാണുന്നുണ്ട്. അപ്പം அந்த സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്താ പരിപാടി നോക്കുന്നത്, പക്ഷെ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള മൂടുണ്ട്. എല്ലാവരും ഇല്ല കേട്ടോ, ഒരു പറ്റ ആൾക്കാർ മാത്രം. ബാക്കി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളത് അന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഇന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിലും ഡിഗ്രി എടുത്തതിന് ശേഷം അവൻ്റെ ജോലിക്ക് പോകാതെ ഇതെന്താന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. ഇന്ന് സിനിമ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്തൊക്കെയോ നടക്കുന്ന, സിനിമയെ കയറുന്നുമില്ല. അപ്പൊ അതിന്റെ ടെൻഷൻ എപ്പോഴും കൂടുതൽ അമ്മയ്ക്കായിരുന്നു. അപ്പം അതിൻ്റെതായ പ്രഷറാണ്. അത് അവരുടെ കുറ്റമൊന്നുമല്ല. ഇപ്പൊ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പോസ്റ്ററൊക്കെ അയക്കും. അതുവരെ മറ്റേ മൂടാണല്ലോ, മറ്റേ ഇവന്റെ ഒന്നും ഇടാനില്ലല്ലോ, ഇവന്റെ ഒരു എന്തെടുത്തിടാനുണ്ടോ ഇപ്പൊ ആണെങ്കിൽ മറ്റേ
മജാ മൂഡ് പാട്ടൊക്കെ മറ്റേ പോട്ടെ ഈ ഗ്രൂപ്പിൽ ഇവിടെ സ്റ്റാറ്റസ് അടക്കട്ടെ ആ മൂടാണ്. അപ്പൊ അവരും പറയും ഇതെന്റെ കസിനാ കേട്ടോ, ഇതെന്റെ മറ്റേ മോനാണ്. അല്ല കസിൻസ് ഒക്കെ അവന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതൊന്നും എന്നെ മോനു നാളിയുന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയാം മോനിച്ചാച്ചനായിരുന്നു കറക്റ്റ് അത്. കാരണം അവരൊക്കെയും പല ആൾക്കാരും ഫോഴ്സ്ഫുള്ളി പല ഇതും എടുത്തിട്ട് പോയിട്ട് ഏതൊക്കെ രാജ്യത്തും മറ്റേ നാട്ടിലോട്ടും വരാൻ അവരൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ചിലർ എൻജോയ് ചെയ്യുന്നുണ്ട്, ചില അപ്പം മോനിച്ചാച്ചനായിരുന്നു ശരി. പുള്ളിയുടെ ഇഷ്ടപ്രകാരം പോയോണ്ട് ഇപ്പം പുള്ളി ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്നുള്ളൊരു മൂഡ്. മലയാളീസിലുപരി നമ്മൾ ഔട്ട്സൈഡ് കേരള പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ അവരുടെ ഒരു വെൽക്കമിങ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അല്ലെങ്കിൽ നമ്മളെ മലയാളം മൂവി കാണുന്നു, കണ്ടിട്ട് അവർക്ക് ആ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും അത് ഹൗ ഡു യു അതിൻ്റെ ഒരു ഭയങ്കര അടിപൊളിയാണ്. കാരണം അവരൊക്കെ ഇപ്പൊ ഇറങ്ങുന്ന ഇപ്പൊ നമ്മൾ പോലും ഇപ്പം റീസെന്റ് ഇറങ്ങിയ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അവര് മിക്ക സിനിമകളും ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങിയത് അത് അപ്പം ഒട്ടിയിട്ട് ഇറങ്ങി അവരപ്പം കാണും. ഇന്നലെ ഇറങ്ങിയാണെങ്കിൽ അവർ ഇന്നിരുന്ന് കാണും. അങ്ങനെയായിരുന്നു അവര് എല്ലാ മലയാള സിനിമകളും ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് അവരുടെ അഭിപ്രായം ഞങ്ങൾ ആ സിനിമ കണ്ടു, ഈ സിനിമ ഒരു മലയാളിയെ കാണാൻ അവർക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ അത് കണ്ടിട്ട് ഇത് കണ്ടു ഭയങ്കരമായിട്ട് സംസാരിക്കും അതിനെ പറ്റിയിട്ട്. അവർക്ക് ലാംഗ്വേജ് ചിലപ്പം അതൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അത് അവർ കുറേ നമ്മൾ ആ സിനിമ ഈ അഭിനയം കൊള്ളാം, അവരെ കൊള്ളാം, എന്തൊക്കെ ഐഡിയ അല്ല എന്തൊക്കെ കോണ്ടൻസ് അല്ലെ അവരുണ്ടാക്കുന്നത് ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞിട്ട് കുറേ സംസാരിക്കും. മലയാളികളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഈസി അല്ലേ, നിങ്ങൾക്ക് ഇത് അവർ ചോദിക്കും എന്താ ഡിഫറൻസ്, എന്താ ഇവിടെ അവിടെ ഇൻഡസ്ട്രി നമ്മളെ ഡിഫറൻസ് എന്താ, ഇതെന്തൊക്കെയാ, അങ്ങനെ ഇരുന്ന് അവർ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രീനെ പറ്റി അറിയാൻ അവർക്ക് ഭയങ്കര ഇതാണ്. എത്ര ദിവസം എങ്ങനെ ഷൂട്ട് ചെയ്യും, എങ്ങനെയാണ് നിങ്ങളെ ചാർട്ട്, പിന്നെ എത്ര ടൈം എടുക്കും നിങ്ങളൊരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അതിനെപ്പറ്റി അറിയാൻ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി ഭയങ്കര വെൽക്കമിങ് ആണ്. അങ്ങനെ ഒരു കളിയാക്കലോ തെലുങ്ക് എനിക്ക് ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അങ്ങനെ നമ്മളെ ലാംഗ്വേജ് അറിയില്ല എന്ന് വെച്ചാൽ കളിയാക്കലോ ഇതോ ഒന്നുമില്ല. പിന്നെ മലയാളം സംസാരിക്കുന്ന നിങ്ങൾക്ക് ഈ തെലുങ്കൊക്കെ എത്ര വലിയ പാടാണോ, അങ്ങനെയാണ് അവർ പറയുക. ഭയങ്കര വെൽക്കമിങ് ആയ ഒരു ആൾക്കാരാണ് അവർ. ഭയങ്കര രസമാണ് ഇൻഡസ്ട്രി. ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വേറൊരു ആക്ടറുണ്ട്. പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള അവിടുത്തെ ഒരു കൊമേഡിയൻ, കോമഡിയൊക്കെ ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ആക്ടർ. പുള്ളി ആട്ടം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അത് ഭയങ്കര അടിപൊളി, നല്ല കോണ്ടൻ്റാണ്, ഭയങ്കര അടിപൊളിയാണ്, നമ്മുടെ ഇവിടെ ഇപ്പം അങ്ങനത്തെ സിനിമകളൊന്നും വരുന്നില്ല, പിന്നെ യു ആർ ലക്കി ടു ബി ബോൺ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അപ്പം അവർ അങ്ങനെയാണ് മലയാള സിനിമേനെ കാണുന്നത്. അത് കാണുമ്പോഴേക്കും ഒരുപാട് ഭയങ്കര സന്തോഷം. ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും അവിടുത്തെ കോമൺ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, ഫിലിം റിലേറ്റഡ് ആകാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അവരും ഇതേപോലെ തന്നെ ആയിരിക്കും. അവരും അതെ ഈ പറഞ്ഞ പോലെ എന്നിപ്പോ അവിടുന്ന് ഒരാള് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഇപ്പം ഇത് എപ്പോഴാ, ഇതിന്റെ 2 എപ്പോഴാ ഇറങ്ങുന്നത്, ഇന്നൊരു സിനിമയുടെ 2 എപ്പോഴാ ഇറങ്ങുന്നത്, അതെങ്ങനെയാ, പിന്നെ എന്നൊക്കെ അവർ കാഷ്വലി വെറുതെ ചോദിക്കും. ഞങ്ങൾ ആ സിനിമ അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഗുരുവായൂർ അമ്പലനടയൊക്കെ പറഞ്ഞ ഗുരുവായൂർ തിങ് ഞാൻ അത് കണ്ടിട്ടുണ്ട്. പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ ഈവൻ വ്യസന സമേതം പറയുമ്പോ പോലും അടുത്ത സിനിമ ഏതാ റിലീസ് നോക്കിയാൽ ഞാൻ പറയും വ്യസന സമേത ബന്ധുമിത്രാദികൾ. അവരെങ്ങനെ ഇരിക്കും, എന്താണ് മീനിങ്, എന്താണോ അത്, നിങ്ങൾ എന്തിനാ ടൈറ്റിൽ ഇത്രയും വലിയ ടൈറ്റിലൊക്കെ ഇടുന്നത് നോക്കിയ സിനിമയ്ക്ക് എന്തായാലും മീനിങ് എന്താ നോക്കും. അപ്പൊ അവർക്കത് പ്രൊനൗൺസ് ചെയ്യാനോ പറയാനൊന്നും അറിയില്ല. പക്ഷെ അവരത് ഭയങ്കര വെൽക്കമിങ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ ഇതിനെ ക്യൂരിയസ് ആണ്. പിക്കപ്പ് ലൈനിന്റെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്, മെസ്സേജസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും ജോമോന്റെ അടുത്ത്? ചിലവർ പിക്കപ്പ് ലൈൻ പറയിപ്പിക്കുന്നുണ്ട്, അതൊന്ന് അത് കൊള്ളായിരുന്നു, അതൊന്ന് പറയാമോ എന്ന് പറയും. ഓ അത് കുറേ വരുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഈ വാഴ മൂവിയിലെ ക്യാരക്ടർ മൂസയെ പറ്റി ചോദിക്കും, പിന്നെ നോബിച്ചേനെ പറ്റി ചോദിക്കാറുണ്ട്, പിന്നെ പടത്തിനെ പറ്റി സംസാരിക്കാറുണ്ട്. അല്ല പറഞ്ഞില്ല ഈ വോയിസ് മെസ്സേജ് ഒക്കെ വരില്ലേ, ചേട്ടാ ഒരു പിക്കപ്പ് ലൈൻ പറയാമോ, ഇല്ല അങ്ങനെ എനിക്കൊന്നും ചോദിക്കാറില്ല. നേരിട്ട് കാണുമ്പോൾ ഉള്ള പിള്ളേര് പിന്നെ ചാൻസ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. പറയാം നമ്മളെ കൊണ്ട് നിങ്ങളത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, എന്തെങ്കിലും നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, വിളി വരും. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്നെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കൂടുതലും അങ്ങനെയാണ്. എന്നാലും ചില പെർട്ടിക്കുലർ കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെയുള്ള കണ്ടന്റ്സ് ഉണ്ടെന്ന്, ഇത് നമ്മുടെ തന്നെ ലൈഫിൽ നിന്ന് എടുത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കാം? ചൂരലിനെയാണ് അപ്പം ഫോർ ഷുവർ എന്നല്ലേ. അല്ല ഒരു ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു റീൽ അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ചെയ്തിട്ടുള്ളത്? നിങ്ങൾ പറ, നമ്മൾ മൃഗങ്ങളല്ലേ ചെയ്യുന്നത്.
അല്ല ബ്രോ, ഇത് മിക്കതും നമ്മള് സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുമ്പോൾ വരുന്ന ഒരു കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗണ്ടറൊക്കെ വെച്ചിട്ട് അതിന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മിക്കതും. അതായത് നമുക്ക് ഈ ഒരു പോയിന്റിൽ ചിരി വരും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ സാധനം മാത്രം എടുത്ത് വെച്ചിട്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ഒന്നും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും കിട്ടുന്നില്ല. ജോമനാണെങ്കിലും ക്വസ്റ്റ്യൻ ഒരു റിയൽ ലൈഫ് അല്ലെ ജോമോന്റെ ലൈഫിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ചെയ്തൊരു കണ്ടന്റ് ആണ് ഇത്. എന്നാൽ ഇത് ആ ഒരു കണ്ടന്റ് ഏതായിരിക്കും? അല്ല ആ ഒരു റീലാവാം. റീൽ ഏറ്റവും അവസാനമൊക്കെ ചെയ്ത വീഡിയോ നമ്മുടെ ലൈഫിൽ നടന്ന പരിപാടികൾ എനിക്ക് ഓർമ്മയില്ല. എന്തോ അന്ന് അഖിൽ എൻ്റെ കൂടെ ഉണ്ടായത്, എൻ്റെ ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്ന കാര്യം ചെയ്യാറുണ്ട്. ലൈഫിൽ നടന്ന പിന്നെ നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. നമ്മൾ മനുഷ്യരായിട്ട് വരുമ്പോൾ മിക്കതും അല്ല കുറെയൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാർ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും, അത് ഇഷ്ടപ്പെട്ടിട്ട് ഈ നേരത്തെ സുബിൻ പറഞ്ഞ ഒരു ഡയലോഗ് നമുക്ക് ചിരി വരുന്നെങ്കിൽ ആ സാധനം എങ്ങനെ ഉൾപ്പെടുത്താന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഷമീർ ചെയ്യാറുണ്ട്. ഒരു ഡയലോഗ് വെച്ചിട്ട് അത് ഉൾപ്പെടുത്താൻ വേണ്ടി അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. സെയ്ഫ് അലി ഖാന്റെ വീട്ടില് എന്തോ മോഷണം എന്തോ നടന്നപ്പോ ഷമീർ ഖാന്റെ അടുത്ത് എന്റെ അടുത്ത് ഷമീർ ഖാൻ പറയായിരുന്നു സെയ്ഫ് അലി ഖാൻ പോലും സേഫ് അല്ല. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് 2 ദിവസം കഴിയുമ്പോ വീഡിയോ ഇറങ്ങി സാധനം അത് പറഞ്ഞു. അത് ആ ടോപ്പിക് വെച്ച് ഇതൊക്കെയാണ് നൈസായിട്ട് എടുത്തത് അല്ലേ? ഈ ഫിലിമിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് തന്നെ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? അതൊരു എഴുതാൻ പറഞ്ഞാലുള്ള പ്രശ്നമുള്ളൂ. എഴുതാൻ പറയല്ലേ, പറയാൻ പറഞ്ഞാൽ പറയാം. എഴുതാൻ പറഞ്ഞാൽ ഇപ്പോഴും തായാന്നോ ദായാന്നോന്നുള്ള എനിക്ക് കൺഫ്യൂഷനാ. ഈ നമ്മൾ ഈ മലയാളത്തിൽ മറ്റേ ഇത് ഇൻസ്റ്റയിൽ ഇടണമല്ലോ. അപ്പൊ മുകളിൽ ഇങ്ങനെ വ്യസന സമയത്തം ബന്ധു തായും ദാ ഇതൊക്കെ ഏതായതൊക്കെ പിന്നെ നേരെ പോസ്റ്റ് എടുത്ത് വെച്ച് നോക്കും. നേരില് ലാലേട്ടനായിട്ടുള്ള കോമ്പോ, ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടില്ലേ സ്പീഡ് പറയുന്ന, അപ്പം പറഞ്ഞിട്ടില്ലേ നമ്മളെ കുറച്ച് സ്ലോലി പറയൂ, അതൊന്ന് പറയുമോ? അതാണ് ഞാൻ ഒരു സീനിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയലോഗ് ഞാൻ സ്പീഡിലങ്ങ് പറഞ്ഞ് ഞാൻ പോയി. അപ്പം അത് 2-3 സാധനം പോയപ്പോൾ ആളിങ്ങനെ പറഞ്ഞു നമ്മളെ കുറച്ചൊന്ന് മെല്ലെ പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ, ചിലപ്പോൾ ഡബ്ബിലൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും. അതെ, ലിപ്സിങ് പിടിക്കാം, ഡബ്ബിലൊക്കെ കുറച്ച് മെല്ലെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഈ നേരത്തെ ചേട്ടൻ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പോകും, സ്പീഡ് ടക്കന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. ഞാൻ ഡബ്ബിലും അത് എനിക്ക് പണിയാണ്, എനിക്കെന്നത് പിടിക്കാൻ പറ്റില്ല. പിന്നെ ഭയങ്കര സ്പീഡാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതൊന്ന് സ്ലോ ഡൗൺ ചെയ്താൽ നന്നായിരിക്കും, എനിക്കത് നന്നായിരിക്കും എന്നോട് പറഞ്ഞു. കാരണം ഡബിന് പോകുമ്പോൾ അതൊരു ചാലഞ്ച് തന്നെ. ആ സമയത്ത് നമ്മൾ ഓർക്കത്തില്ലല്ലോ, പിന്നെ ആകുമ്പോൾ ഇതെങ്ങനെ പിടിക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ അല്ലെ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ആ ഒരു ഡബിങ്ങിൽ അങ്ങനെ പിടിക്കാനൊരു ചലഞ്ച് വന്ന മൂവി ഏതായിരിക്കും, അല്ലെ ക്യാരക്ടർ ഏതായിരിക്കും? ചിലത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരെ പയ്യെ സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അതല്ലാതെ നോക്കുമ്പോൾ സുജാതയില് ഞാൻ ഇതേപോലെ ഭയങ്കര സ്പീഡിൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയതാ. സുജാതയുടെ ടൈമിൽ ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ചേച്ചിക്ക് പോലും മനസ്സിലാവില്ല, അമ്മാതിരി സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോവാ. സുജാതയുടെ ടൈമിൽ അതുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇപ്പൊ പൈങ്കിളി ചെയ്ത സമയത്ത് അത് ഭയങ്കര, കാരണം നമ്മുടെ ജിത്തു ചേട്ടൻ്റെ വൈഫുണ്ട് ഷിഫ്ന ഇരുന്ന് എല്ലാവർക്കും ഒന്ന് റഫ് ഡബ് ചെയ്യായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും ജസ്റ്റ് റഫ് ഡബ് ചെയ്തിട്ട് പോയി. അപ്പം എൻ്റെ ചെയ്യാൻ പറയുമ്പോൾ അവളെ ഞാൻ ചെയ്യൂല, അത് എനിക്കെന്നെ പിടിക്കാൻ പറ്റണില്ല, അവളുടെ സാധനം തൊടില്ല എന്ന് പറഞ്ഞു. അത് എനിക്കെന്നെ ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞൊന്നും മനസ്സിലാവുന്നുമില്ല, പിന്നീട് ചെയ്യാൻ പറ്റുന്നുമില്ല. സ്പീഡിൽ ഞാൻ അങ്ങ് പോയി. അവസാനം നമുക്ക് തന്നെ പണി വരും. എന്റെ സ്പീഡ് എനിക്ക് മനസ്സിലായെന്ന് അറിയാമോ? ഞാൻ വാട്സാപ്പ് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് വോയിസ് നോട്ട് ഇട്ടപ്പോഴേ ഞാൻ പറയാം, ഒരുത്തൻ്റെ കാര്യം പറയണം, അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ വരാം എന്തോ പറഞ്ഞു, ഇത് സെൻഡ് ആയില്ല, മിനിമം 1 സെക്കൻഡ് വേണം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ അളിയ നീ ഇറങ്ങില്ല, ഞാൻ വരുമ്പോഴത്തേക്ക് എന്തോ കാര്യം പറഞ്ഞു, സെൻഡ് ആവുന്നില്ല. ചിന്തി ഇനി 3-4 വട്ടം പറഞ്ഞ് സാധനം സെൻഡ് ആവുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് 1 സെക്കൻഡ് ഇല്ല അളിയ, 1 സെക്കൻഡ് സാധനം സെൻഡ് ആവും. അങ്ങനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇത്രയും സ്പീഡിലാണ് ഞാൻ പറയുന്നത്. പിന്നെ 3 ആണ് പറയുന്നത് അല്ലേ? 1 സെക്കൻഡ് തേക്കണം. വാഴ 2-ന്റെ വിശേഷങ്ങൾ ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പരിപാടികൾ? ആൾക്കാർ ബാഡ്ലി വെയിറ്റിംഗ് ഫോർ ദ മൂവി ആണല്ലോ. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക വാഴ 2-ന്റെ. നമ്മുടെ കാര്യം അറിയില്ല, ഞാൻ ചോദിച്ചു. ഉണ്ടാകാനും മഴ ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യത പോലാണ്. നിങ്ങൾ ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള മൂഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സിജു ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അതില് ചവിട്ട് എന്തായാലും നാളെ ഇപ്പൊ എല്ലാരും കാണുന്നുണ്ടാവുമല്ലോ.
അവന്റെ ചുമ്മാ പറഞ്ഞ അങ്ങനെ പറഞ്ഞ പേടിച്ച് ചുമ്മാ പറഞ്ഞ കേട്ടോ. എല്ലാം പറയാനുള്ള പറഞ്ഞിട്ടേ ചുമ്മാ കിട്ടി. ഓക്കെ. ഞാനും ജോമോനും പണ്ട് രോമാഞ്ചത്തിന്റെ ഇന്റർവ്യൂ ഇരുന്നാണ് ഓർമ്മ വരുന്നത്. അന്ന് ഞങ്ങൾ റീൽ ചെയ്തിട്ട് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ രോമാഞ്ചം വരുമ്പോഴും അതേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതാണല്ലോ അടുത്തത്. രോമാഞ്ചം കഴിഞ്ഞിട്ട് ഇനി കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷെ ആ എക്സൈറ്റ്മെന്റും അത് തന്നെയാണ് ഇവരുടെ ഫേസിലും. അടുത്തത് ഈ ആക്ട് ചെയ്യാൻ വന്നപ്പോൾ ഇപ്പൊ കൂടെയുള്ള ആൾക്കാർ കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്ന മെയിൻ ഒരു ഘടകമാണ്. ഇപ്പം അനശ്വരയാണെങ്കിൽ പോലും നമ്മൾ കോംബോ ചെയ്യുന്ന ടൈമിൽ അതൊരു മെയിൻ സംഭവമാണ്. പല ആക്ടേഴ്സും പറയുന്നത് കേൾക്കാം, ഞങ്ങൾക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാകുമ്പോൾ തീർച്ചയായിട്ടും. പക്ഷേ ഞങ്ങളെ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കി. അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു ഈ മൂവിയിൽ? ടെൻഷൻ ഉണ്ടായിരുന്നായിരിക്കും. ഞാൻ ആദ്യത്തെ ഷോട്ട് ബൈച്ചേട്ടനായിട്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബൈച്ചേട്ടൻ കുറച്ച് നമുക്ക് കാണുമ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ആള് അല്ലേ ഭയങ്കര കമ്പനിയാണ്. നമുക്ക് ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡയലോഗ് അത് ഞാനും ബൈച്ചേട്ടനുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര രസത്തിലല്ലാത്ത ക്യാരക്ടറുകളാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് അത് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ബൈച്ചേട്ടൻ ഓരോ ടേക്കിന് മുമ്പ് കറക്റ്റ് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, എന്തോ ഓർമ്മ ജോമൻ ചിരിക്കുന്നുണ്ട്. മൊത്തത്തില് പേടിയാണ്. പേടിയുണ്ടായിരുന്നു സത്യം, തമാശല്ല എന്ന് വെച്ചാൽ. നമുക്ക് പിന്നെ വേറൊരു കാര്യം, ഈ സെറ്റില് ബൈച്ചേട്ടൻ മാത്രമാണ് ഭയങ്കര എന്ന് വെച്ചാൽ പുള്ളിയുടെ ക്യാരക്ടറും കുറച്ചൊരു പവർഫുൾ ക്യാരക്ടർ. ബാക്കി എല്ലാവരും മരണമായിട്ട് ഓണം ഇതൊക്കെയാണ്. പുള്ളിയുടെ ക്യാരക്ടറിന്റെ പവർ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കണം. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. പക്ഷേ അതിൽ ബൈച്ചേട്ടൻ കംഫർട്ട് ആക്കി എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ടേക്ക് മുമ്പ് കറക്റ്റ് റിഹേഴ്സൽ പോലെ ഒരു 2 വട്ടമെങ്കിലും പറഞ്ഞു നോക്കും. അപ്പോൾ അത് ഇപ്പൊ ചിലപ്പോൾ വന്നിട്ട് നേരെ ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേക്ക് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈച്ചേട്ടൻ അതൊക്കെ 2 വട്ടം റിഹേഴ്സൽ ചെയ്യും. അസീസിക്ക ആയാലും അസീസിക്ക ഭയങ്കരമായിട്ട് ഓരോ ടേക്കിനും അസീസിക്ക ഭയങ്കര എഫേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു എന്താണ് മോട്ടിവേഷൻ ആണെങ്കിൽ നമുക്കും കാണുമ്പോൾ ഓക്കെ കൊള്ളാം. ഇങ്ങനെയാണ് എന്തോ ജോമോൻ ഓർത്ത് ഇടയ്ക്ക് ചിരിച്ചു അല്ലേ? അല്ലേ ജസീമ? ഇല്ലല്ല, ബൈച്ചേട്ടന്റെ മൊത്തത്തില് ചെറിയ പേടിയുണ്ടോ? മൊത്തത്തിൽ ചെറിയൊരു പേടിയാണ് എല്ലാവർക്കും. സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റില്ല. നമ്മള് പുള്ളി വന്ന് ഫസ്റ്റ് ഷോട്ടിൽ വന്നപ്പോ ഞാനും സിജു കൂടെ ഓപ്പോസിറ്റ് അഭിനയിക്കാനുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് അതൊക്കെ നടക്കൂടെ? ഞാനും ബൈച്ചേട്ടനും ഗുരുവായൂർ തന്നുണ്ട്. ഗുരുവായൂർ എന്റെ ആദ്യത്തെ സീൻ, ഫസ്റ്റ് സീൻ ബൈച്ചേട്ടനുമായിട്ടാ. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈച്ചേട്ടനെ. അപ്പം ഫാൻ ബോയ് മൊമെന്റും ഉണ്ട്. പക്ഷെ അപ്പുറത്ത് മറ്റേത് സാധനം വേറെ അല്ലേ? പക്ഷെ ബൈച്ചേട്ടൻ കൂടാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ കുറച്ച് പപ്പ അടിച്ചപ്പം ആ മൂടായിട്ട് നൈസായിട്ട് വളരെ ചില്ല് ചെയ്ത്. പിന്നെ ഇതിലെത്തിയപ്പം വ്യസന സമയത്തിലെത്തിയപ്പം ഞെട്ടിപ്പോയി. ഞാനും ജോമനും മറ്റേ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളതാണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളല്ല സോറി ഒരു വലിയൊരു സംഭവം നടക്കും. അപ്പം വൈഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആരെയും തമ്മിൽ വേണ്ടിയിരുന്നില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരോട് നിന്ന് സംസാരിച്ചപ്പം ബൈച്ചേട്ടൻ കട്ട് പിടിച്ചപ്പോൾ അവന്മാരോട് ചെയ്തതുണ്ടോ? അപ്പൊ ബൈച്ചേട്ടൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തോ ചെയ്യുന്നെന്ന് അവന്മാരോട് ചെയ്തതുണ്ടോ, നല്ല രസമുണ്ട് അങ്ങനൊക്കെ പറഞ്ഞു. ബൈച്ചേട്ടൻ അതങ്ങനെയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു അത്. കറക്റ്റായിട്ട് ഇമിറ്റേഷൻ വന്നില്ല പറഞ്ഞ ഇത്. ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഫാൻ ബോയ് ഇഷ്ടമാണല്ലോ. പക്ഷേ ചെറിയ പേടി. അവിടെ ലൊക്കേഷനിൽ എന്തും തുറന്നു പറയുന്ന ഒരാളാ. ഇല്ല, ബൈച്ചേട്ടൻ തുറന്നു പറയും. അതാണ് അനശ്വരയ്ക്ക് എന്തെങ്കിലും പറയാനുള്ളൂ ബൈച്ചേട്ടൻ എന്ന് പറയുന്നത്? ആള് ഇങ്ങനെ ഇത് പറയുന്നേ ഉള്ളൂ. ഒരു കാര്യം എങ്ങനെ ഉണ്ടെങ്കിൽ അത് മുഖത്തേക്ക് പറയും. ഓപ്പണായിട്ട് അപ്പൊ തന്നെ പറയും. പക്ഷെ എല്ലാരുമായിട്ടും മറ്റേ ഈ അസീസിക്ക, നോബി ചേട്ടനും പിന്നെ നമ്മുടെ എന്റെ അമ്മയായിട്ട് ഇത് അശ്വതി ചേച്ചിയും അവരെല്ലാരും കൂടി ഇരുന്ന് ഈ സീനൊക്കെ ഇടയ്ക്കൊന്ന് അവര് റിഹേഴ്സ് ഒക്കെ ചെയ്ത് സൈഡിൽ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെയാണ് വരിക. ഭയങ്കര ഒരു ചില്ലു മനുഷ്യൻ അല്ലേ? അതെ അതെ. ഒരാള് വരുമ്പോ തന്നെ ഒരു രാജാവ് വരുന്ന പോലെ. അത് കാരണം എല്ലാരും അവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു കോസ്റ്റ്യൂം തന്നെയാണ്. അപ്പൊ നമ്മളൊക്കെ സൈഡായി, നമ്മളൊക്കെ ഈ കരഞ്ഞ് സിജു അവിടെ തിളങ്ങിയിരിക്കണത് വേറെ. എല്ലാരും ഭയങ്കര സൈഡായി. അത് നമ്മള് ക്യാഷ് എല്ലാവർക്കും ശീലായി കണ്ടിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് ആൾക്കാർ നമ്മളെ കറങ്ങി തിരിഞ്ഞ് ഒരു വീട് റൗണ്ട് അടിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ആയിരിക്കും ഗുഡ് മോർണിംഗ്, പിന്നീട് ഒരു റൗണ്ട് അടിച്ച് കഴിയും പിന്നെ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. അങ്ങനെയാണ് നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പരിചയം. ബൈച്ചേട്ടൻ വരുമ്പോ മാത്രം ഒരു രാജാവ് വരുന്ന ഒരു സ്വർണ്ണ വാച്ചും ഒരു വെള്ള മുണ്ടൊക്കെ എടുത്തിട്ട് ആള് വരും. ആ ക്യാരക്ടർ അങ്ങനെയാണ്. പവർഫുൾ ക്യാരക്ടർ അങ്ങനെയാണ്. പുള്ളിക്ക് അത് കറക്റ്റ് ആയിട്ട് പുള്ളിക്ക് അത്
സ്യൂട്ടാ. സൂട്ടുമാണ് അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെയൊക്കെ മരണവീട്ടുകളിലുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എല്ലാ ക്യാരക്ടറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷുവറാണ്. അപ്പൊ പരിചയന്റെ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ. ഇത് ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. നമ്മളുടെ ഹോളിഡേന്റെ ട്രീറ്റ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും നേരത്തെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ അത് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. 11 മണിയോ? 10:30. ആ അതെ, എപ്പോ തിന്നാൻ തുടങ്ങിയത്? ഒരു മണിക്കൂറായി കഴിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ഇത് പൊളിക്കട്ടെ സംഭവം, തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഹോൾ ടീമിന്. ഇപ്പം ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ, പക്ഷെ ഇത് ഹോൾ ക്രൂ ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് ഞങ്ങൾ തരുവാണ്. താങ്ക് യു ഗൈസ്. താങ്ക് യു.